വയനാട് സുൽത്താൻ ബത്തേരിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കനാട് സ്വദേശി രാജീവാണ് മരിച്ചത്. രാത്രി കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് അതിനെ തുരത്താൻ പോയതായിരുന്നു രാജീവ്. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലിലാണ് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ആനയുടെ ആക്രമണം തന്നെയാണോ മരണകാരണം? വയനാടാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആന ഇറങ്ങി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കൃഷിയിടത്തിലേക്ക് അതെന്താണെന്ന് അന്വേഷിക്കാൻ പോയ ആളാണ് മരിച്ചത്. മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. സുൽത്താൻ ബത്തേരിയിലാണ് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. വടക്കനാട് സ്വദേശിയായ രാജീവാണ് മരിച്ചത്. ആനയുടെ ആക്രമണത്തെ തുടർന്നാണോ മരണമുണ്ടായത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. രാത്രിയായിരുന്നു കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് അദ്ദേഹം അതിനെ തുരത്താൻ പോയിരുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ട് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത്, മരിച്ചു കിടക്കുന്ന നിലയിൽ. അതുകൊണ്ട് തന്നെയാണ് ആനയുടെ ആക്രമണം തന്നെയാണോ നടന്നത് എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നത്. ആനയുടെ ആക്രമണമാണെങ്കിൽ മറ്റു മുറിപ്പാടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, മരണകാരണം എന്താണെന്ന് വ്യക്തമായോ? കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. വയനാട് ജില്ലയിലെ വടക്കനാട് പച്ചാടി കതങ്ങത്ത് നടുവീട്ടിൽ രാജീവ് എന്ന യുവാവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 9:30 ഈ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയെന്ന അറിഞ്ഞതിന് ശേഷം കാട്ടാനയെ തുരത്താൻ വേണ്ടി ഇദ്ദേഹം പോയി എന്നാണ് പറയുന്നത്. രാത്രി 12 മണിയായിട്ടും തിരിച്ചു വരാത്ത വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ കൃഷിയിടത്തിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഈ തെരച്ചിലിന് വീണെടുക്കുന്ന സ്ഥലത്താണ് എന്തായാലും ഇത് ആ കാട്ടാനയുടെ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. കാരണം ഈ സ്ഥലത്ത് കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. എന്തായാലും ഇത് കാട്ടാന ആക്രമണം തന്നെയാണോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയുള്ളൂ. ഇദ്ദേഹത്തിന് ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റു പാടുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം മാത്രമേ ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണോ എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഈ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനു മുന്നും കാട്ടാനയുടെ വലിയ ആക്രമണം ഉണ്ടായ സ്ഥലമായിരുന്നു. 2019 മെയ് മാസത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വടക്കനാട് കൊമ്പൻ എന്ന ഒരു കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഒരവസ്ഥയും ഈ വടക്കനാട് പ്രദേശങ്ങളുണ്ടായിരുന്നു. നിരവധി കർഷകർ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അതിനുശേഷം വന്യമൃഗശല്യം കുറച്ച് കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ നമ്മളെ അറിയാൻ കഴിയുന്നത്. എന്തായാലും 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നുള്ളൊരു അറിവാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിനുശേഷം മാത്രമേ ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണോ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയാൻ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.